നമസ്കാരം ഗൈസ്. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. സോ ഞാൻ സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കണം എന്നുള്ളൊരു ഇന്റിമേഷൻ എനിക്ക് ഓൾറെഡി എൻ്റെ വ്യൂവേഴ്സിൽ നിന്നും കിട്ടി. ഓക്കെ, അപ്പൊ എല്ലായിടത്തും നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെയാണ്. സേഫ് ആയിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, റീൽസ് ഒക്കെ എടുക്കുമ്പം എസ്പെഷ്യലി ബൈക്കിലാണെങ്കിലും മറ്റേ നമ്മുടെ ഒരു മൂവി ഉണ്ടല്ലോ, തമിഴ് മൂവി, ഞാൻ മറന്നു, അതിനകത്ത് റീലൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻജോയ്മെന്റ് ആവാം, പക്ഷേ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് ബിഗ് ബോസ് ആണ്. ദിൽഷയ്ക്ക് ശേഷം ഒരു ലേഡി ബിഗ് ബോസ് നമ്മുടെ ഈ സീസണിൽ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സീസൺ 7 എന്തുകൊണ്ട് ഒരു ലേഡി വിന്നായിക്കൂടാ? എനിക്ക് ഒരു ലേഡി വിന്നർ ആകണം ഈ ഒരു സീസണിൽ എന്നാണ് ആഗ്രഹം. കഴിഞ്ഞ സീസണിൽ ഞാൻ സ്ട്രോങ്ലി വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് സീക്രട്ട് ഏജന്റ് സായി, എസ്പെഷ്യലി വൈൽഡ് കാർഡിൽ. പുള്ളി വന്നു, പുള്ളിയുടേതായ രീതിയിൽ പുള്ളി പെർഫോം ചെയ്തു കാര്യങ്ങൾ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം, വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം പുറത്തു നിന്ന് കമന്റ് ഇടുന്നവർക്ക് ഈസിയാണ്, പക്ഷെ അതിൻ്റെ അകത്തെ സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ സിമ്പിൾ. ഓക്കെ, അതൊരു ഹ്യൂജ് ഷോ ആണ്. അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എപ്പോഴാ എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കുറച്ച് മെന്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വേണം. മെന്റൽ സ്ട്രെങ്ത് ലൈക്ക് യുനോ അത് നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഉള്ളതിനേക്കാളും 10 മടങ്ങ് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പുറത്ത് പോകാം, എല്ലാ ആക്സസും ഉണ്ട്. എങ്ങനെ മൈൻഡ് പ്രശ്നത്തിൽ നിന്ന് മാറ്റാം എന്നുള്ളതിന് ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പാട്ട് കേൾക്കാം, പുറത്ത് പോവാം, ഫ്രണ്ട്സിനെ വിളിക്കാം, എന്തെങ്കിലും ബീച്ച് വർക്ക്, എന്തെങ്കിലും ആർട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഒലക്കയും ഇല്ല. ഓക്കെ, അപ്പോൾ ഫോൺ ഉണ്ടാവില്ല, ഫുഡ് കഷ്ടമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ തോളത്ത് ഇരുന്ന് സംസാരിച്ച്, നമ്മുടെ അടുത്തിരുന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ചിരുന്ന പോലെ നെക്സ്റ്റ് ഡേ ടാസ്കിൽ നമ്മുടെ മൊത്തമായിട്ട് ഒരു സാക്ഷ്യമൊന്നും ഇല്ലാതെ ഫേക്ക് എന്ന് പറയും. നമ്മുടെ ഫാമിലിയെ ഭയങ്കര മിസ് ചെയ്യും. ആകെ മൊത്തം ടോട്ടലി നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. ബോഡി ചേഞ്ച് ആവും, മൈൻഡ് ചേഞ്ച് ആവും. 21 ഡേയ്സ് കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒരുപാടുണ്ട്. കാരണം പുറത്ത് നിന്ന് പറയുന്നവർക്ക് അവരുടെ റൂമിൽ കംഫർട്ടായിട്ട് ഇരുന്നിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കാണുന്ന പോലെ അല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ സീസണിൽ ഈ ഒരു വ്യക്തി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ ആരുമല്ല, ഇദ്ദേഹമാണ് ആ വ്യക്തി. യെസ്, രേണു സുധി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു സിമ്പതിയുടെ പേരിലോ അല്ലെങ്കിൽ കഷ്ടപ്പാടല്ലേ. രേണു സുധിക്ക് ഇപ്പോൾ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു വരുമാനം ഭയങ്കര ഹെൽപ്ഫുൾ ആവും എന്നൊന്നും വിചാരിച്ചിട്ടല്ല. അതൊക്കെ അതിനൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. രേണുവിൻ്റെ ഒരു ടാലന്റിനെ പറ്റി മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കാരണം സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ആ വ്യക്തി വളരെ ഡൗൺ ആയിരുന്നു. രേണു എന്ന് പറയുന്ന വ്യക്തി വളരെ ഡൗൺ ആയിട്ട് ഒരു വീടിന്റെ ഉള്ളിൽ കുടുംബമായിട്ട് ഫാമിലി കുട്ടികളായിട്ട് നോക്കിയിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ പറഞ്ഞ മാതിരി രേണു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ ദുബായിൽ പോയതല്ല, മരിച്ചു പോയതാണ്. ഞാനിങ്ങനെ കരഞ്ഞു കുത്തി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. സോ ഷീ ഈസ് മോർ ബോൾഡ്. കാരണം സൈബർ ബുള്ളിങ്, അതേപോലെ അവിടെ നിന്ന് അറഞ്ചം പുറഞ്ചം അടിയും കളിയാക്കലും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട്. ഒരുപാട് നമുക്കറിയാൻ പറ്റും നമ്മളെ പറ്റിയിട്ട് ഒരാൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോങ് കമന്റ്സ് വരുമ്പോൾ കുക്കറാണ്, ഇഗ്നോർ ചെയ്തൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേഴ്സണൽ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. ഫസ്റ്റ് ടൈം എനിക്ക് സൈബർ ബുള്ളിങ് അറ്റാക്ക് കിട്ടിയപ്പോൾ ഐ വാസ് ലൈക്ക് ഷോക്ക്. ഇതെന്താണത്, ഇത് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അത് ശീലായി. സോ അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള ടാസ്കുകൾ, അതേപോലെ ലൈക്ക് നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരവസ്ഥ, പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ, എപ്പോ എവിടെ എങ്ങനെ സംസാരിക്കണം, എപ്പോ എവിടെ എങ്ങനെ സ്കൂട്ട് ആവണം, എപ്പോ എവിടെ എങ്ങനെ നിൽക്കണം, എപ്പോ എവിടെ എങ്ങനത്തെ രീതിയിൽ പണി കൊടുക്കണം എന്ന് വെച്ചാൽ ഗെയിം പാർട്ട് ഓഫ് ദ ഗെയിമാണ് കേട്ടോ എല്ലാം. അതിനൊക്കെ എനിക്ക് തോന്നുന്നു രേണു സുധി ഇപ്പോൾ ലൈക്ക് ഇങ്ങനെ സൊസൈറ്റി ആയിട്ട് തന്നെ അവളിങ്ങനെ വാർത്തെടുത്തിട്ടുണ്ട്. ഷീ ഈസ് മോർ ബോൾഡ്. കാരണം ആളുടെ ഉദ്ദേശം ജീവിക്കണം, മുന്നോട്ട് പോകണം, ഇങ്ങനെ വീണു പോയാൽ പറ്റത്തില്ല, മക്കളെ നോക്കണം, പാരൻസിനെ നോക്കണം. ആ ഒരു ലൈക്ക് എത്ര ഇപ്പൊ തന്നെ ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഐ ഹാവ് കോണ്ടാക്ട് വിത്ത്, അപ്പം സ്റ്റാറ്റസിലാണെങ്കിലൊക്കെ ഹെൽത്ത് ഇഷ്യൂസും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും പതരാതെ ആളുടെ ആ ഒരു ഫയർ ആള് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പ്രഡിഷനിസ്റ്റും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. ഫ്രം മൈ ഹാർട്ട് ഞാൻ പേഴ്സണലി ആഗ്രഹമാണ് രേണു സുധിക്ക് ബിഗ് ബോസിൽ 7 കയറാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
നമ്മൾ ചില ആൾക്കാരെ സംസാരം കാണുമ്പോൾ, ചില ആൾക്കാരുടെ രീതി കാണുമ്പോൾ യുനോ ഷീ ഓർ ഹീസ് എ കറക്റ്റ് BB മെറ്റീരിയൽ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ലൈക്ക് രേണു സുധിയെ ഏഷ്യാനെറ്റുകാരെ സെലക്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ആൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ആൾക്ക് ലൈക്ക് യുനോ സങ്കടം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ വർക്ക് ചെയ്യാനുള്ള ഒരു എഫേർട്ട്, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തോ വേണം കാണിക്കട്ടെ, അവരെന്ത് വേണേൽ പറയട്ടെ, ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൈൻഡാണ് ഈ സൊസൈറ്റിയിൽ മുന്നോട്ട് പോകാനായിട്ട് വേണ്ടത്. എസ്പെഷ്യലി ഹസ്ബൻഡ് മരിച്ചിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും കരഞ്ഞിരുന്നിട്ടോ സൊസൈറ്റി പറയുന്നത് നോക്കിയിട്ടോ അവരെ പേടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഞാൻ ഇതിനു മുമ്പ് എന്നെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, മാരേജ് ഈസ് നോട്ട് ദ എൻഡ്, ഡിവോഴ്സ് ഈസ് നോട്ട് ദ എൻഡ്. നോ പറയേണ്ടടുത്ത് നോ പറയാതെ തന്നെ വേണം. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആൾ. ഷൂട്ടിന് പോകുമ്പോഴും കാര്യങ്ങളെല്ലാം ആളുടെ വർക്കിനെ അതിൻ്റെതായ രീതിയിൽ ജെന്യൂൻ അതിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. സോ ഫ്രം മൈ സൈഡ് ഐ പേഴ്സണലി സപ്പോർട്ട് രേണു സുധി ബിഗ് ബോസിൽ കയറാൻ പറ്റട്ടെ, കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, രേണു സുധി വീഡിയോയിൽ ഐ മീൻ ഇതിൽ കയറണം എന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയാണ് ഈ സീസൺ 7 കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നാൽ കൊള്ളാം, സംഭവം ഫയർ ആവുമെന്ന് തോന്നുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ. വൺസ് അഗെയിൻ ബിഗ് ബോസ് സീസൺ 7 ഈവൻ ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഫുൾ ഓൺ വേറെ വൈബാണ്. അപ്പോൾ എന്തൊക്കെ ഗെയിംസ് ആണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്, എന്തൊക്കെ റൂൾസ് ആണെന്നൊക്കെ അറിയാനായിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എസ്പെഷ്യലി ഞാൻ 40 ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വ്യക്തിയും കൂടെ ആയതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ഒരു ഫീല്. യുനോ അതൊരു ആളുകൾക്ക് പുറത്തൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. എടാ ഇത് ഇങ്ങനെയൊന്നും അല്ലടാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അവരവിടെ നിന്ന് എഡിറ്റഡ് ഷോ ആണ്. അപ്പോൾ അത് പുറത്തേക്ക് കാണിക്കുന്ന രീതിയും ഇവിടെ നിന്ന് ആളുകൾ എടുക്കുന്ന രീതിയും എല്ലാം കൂടെ ആയിട്ടൊരു കൊളാപ്സ് അവസ്ഥയാണ്. പക്ഷേ ഒരു ദിവസമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാമെന്ന് പറയുന്ന ഒരു ഫീൽ അനുഭവിക്കാൻ പറ്റാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇതൊക്കെ എന്താണ് ബിഗ് ബോസ് ഒക്കെ വെറും പുഷ്പം കാവടി തുള്ളിപ്പോയി പുല്ല് പറക്കണ മാതിരി പോരാമെന്നുള്ള വിചാരാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ not easy guys.